ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്നൊരു എണ്ണ കാച്ചിയാലോ? അപ്പോൾ അതാ ഞാൻ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഉലുവ, കരിഞ്ജീരകം പൊടിച്ചത് കാണുന്നുണ്ടോ? ഇടയ്ക്ക് ഒരു ലൈറ്റും കൂടി ഇടട്ടെ. ഇതാ ഉലുവ, കരിഞ്ജീരകം പൊടിച്ചത്, ചെമ്പരത്തിപ്പൂവ്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ അതാ കറ്റാർ വാഴ നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ അതാ കിയാർ നെല്ലി, മൈലാഞ്ചി ഇല, ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പ് ഞാനിതാ 2 തണ്ടാട്ടോ എടുത്ത്, ഇതാ 2 തണ്ട് എടുത്തതിൻ്റെ ബാക്കിയാണ്. പനിക്കൂർക്കലിൻ്റെ ഇല, തുളസിയില, മൈലാഞ്ചി ഇല ഞാൻ പറഞ്ഞില്ലേ, അതും മൈലാഞ്ചിൻ്റെ ഇല. ഇതൊക്കെ കൂടെ നമുക്ക് ഞാനിപ്പോൾ അത് ഒന്ന് പൊടിച്ചെടുത്താണ്. നമുക്ക് ഇനി ഇതാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്. ഇതാ കറ്റാർ വാഴ. ഇതിങ്ങനെ കനല്ലാതെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് ചതക്കിയെടുത്താലും നല്ലതാണ്. ഒന്ന് ഒതുക്കിയെടുക്കട്ടെ നമുക്കെല്ലാം കൂടെ. ചിലപ്പോൾ ഈ ജാറിൽ കൊള്ളലുണ്ടാവില്ല, വലിയ ജാറെടുക്കണം. വലിയ ജാർക്ക് മാറ്റി. അപ്പം അതൊക്കെ ഇടാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല, കറിവേപ്പ്, മൈലാഞ്ചി, കിയാർ നെല്ലി, പനിക്കൂർക്ക, ആര്യവേപ്പ്, ഇതൊക്കെ അരിവേപ്പാട്ടോ. തുളസിൻ്റെ ഇല, ചെമ്പരത്തിപ്പൂവ് ഒരു 5 എണ്ണം. ഒക്കെ നമ്മളെ വീട്ടിലുണ്ട്. നിങ്ങൾ വീട്ടിലൊന്നുമില്ലെങ്കിൽ അടുത്തുനിന്ന് പോയിട്ട് എടുത്താൽ മതി. ഇത് ഞാൻ പൊടിച്ചതുകൊണ്ട് ഞാനിത് ഇതിലേക്ക് ഇടുന്നില്ല. വേണ്ട, ഇവിടെ ആര്യവേപ്പിൻ്റെ ഇല അടുത്തുനിന്ന് എടുത്താട്ടോ. ഇത് വേണ്ട, നല്ലതാ. തല ചൊറിയണീനും താരനും മുടി വളരാനും എല്ലാത്തിനും നല്ലതാ. ഇപ്പം ഒരു കുറച്ച് ചുമന്ന ഉള്ളിയും കൂടി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്. അപ്പം അതൊക്കെ കൂടി ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം നമുക്ക്. അപ്പം അതാ ഞാൻ വിറകടുപ്പിൽ പുറത്ത് വെച്ചാട്ടോ കാച്ചിന്. അപ്പം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല എണ്ണ, നമ്മൾ ആട്ടിയ എണ്ണ കേട്ടോ. നമ്മളാട്ടിയ അല്ലെങ്കിൽ നമ്മളെ മരുമകളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്ന എണ്ണ അവലാട്ടിയപ്പോൾ. ഇപ്പോൾ കുറച്ചെടുത്ത് ഞാൻ കാച്ചാന്ന് വിചാരിച്ച്. തലേ തേക്കാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. നമുക്ക് മില്ലൊന്നും പോയാൽ കിട്ടും. ഇങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി തേക്കുക. നല്ല അടിപൊളി സാധനമാവുന്നത്. കടയിൽ നിന്ന് വാങ്ങണീന് ചിലത് മഞ്ഞ നിറം, ചിലതിന് ചുവപ്പ് കളറ്, ഇതൊക്കെയാണ്. അപ്പം അതിലൊക്കെ എന്തോ കൂട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതിലേക്ക് ഇടുക. ഇപ്പം നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മളിതിൽ പനിക്കൂർക്ക, തുളസിയില, ചെറിയ ഉള്ളി കുറച്ചാട്ടിട്ട്, പിന്നെ എന്താണ് കരിഞ്ജീരകമൊക്കെ ഉണ്ടല്ലോ, വളരെ നല്ലതാണ് നീരിറക്കത്തിന്, തല ചൊറിച്ചിലിന്. ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കറ്റാർ വാഴ,
മുടി വളരാനും പിന്നെ മൈലാഞ്ചി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനവും ഇട്ടുണ്ടാക്കും. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നല്ലോണം തേച്ച് നോക്കി. നിങ്ങൾക്ക് മുടി വളരും, മുടി കൊഴിച്ചിലൊക്കെ മാറും, തല ചൊറിയുന്ന താരം പോവും, ഒക്കെ റെഡിയാവും. അപ്പോൾ അതാ ഇതൊന്ന് ചൂടായി വരട്ടെ. കുറഞ്ഞ തീയിലേ നമുക്ക് കാച്ചാൻ പറ്റുള്ളൂ. നമ്മളെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഇങ്ങനെ കുറഞ്ഞ തീയിൽ ഇങ്ങനെ കാച്ചെടുക്കുക. അപ്പം അതാ നമ്മളെ എണ്ണ പതങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ വറ്റണം. കണ്ടോ അതിൻ്റെ കളറ് ആയി വരുന്നത്. നല്ലൊരു എണ്ണ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിരുന്നു. മുടിയൊന്നും ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ തേക്കാം. നമ്മളെ എണ്ണ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇതാ എല്ലാവരും പറയും കുറച്ച് പ്രായമായല്ലോ, ഓ ഇനിയിപ്പോൾ എന്തിനാ മുടി എന്നൊക്കെ പറയും. പക്ഷേ മനസ്സിലുണ്ടാവും മുടിയില്ലാഞ്ഞിട്ട് വിഷമം. പിന്നെന്ന് പറഞ്ഞാൽ മുടിയില്ലെങ്കിൽ തട്ടം തലയിൽ നിൽക്കൂല. അത് പറഞ്ഞാൽ തട്ടടണവർക്ക്. തട്ടടാത്തോലും പറയലുണ്ട് അത്. പക്ഷേ മുടി എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ അത് നമ്മളെ എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു എന്താണ്, ഒരു മണലുമ്മലൊക്കെ തൊടുമ്പോൾ ഒരു ഉറപ്പുണ്ടാവില്ലേ, ഒരു ഞെരിഞ്ഞ് നിൽക്കണം. ഇത് കേട്ടോ ഈ ചണ്ടി. ഇതിപ്പോൾ ഏകദേശം തൊടാൻ വയ്യ. ഏകദേശം ആ പരുവത്തിലൊക്കെ ആയി വന്നാണ്. അപ്പം അതൊക്കെ വറ്റി റെഡി ആയിന് കേട്ടോ. കണ്ടങ്ങൾ ഇതിൻ്റെ കളറ് നോക്കി നിങ്ങൾ. ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടത് ഇത്രയും സാധനങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ കളറിലൊന്നും അത്ര അതല്ല കേട്ടോ. നമുക്ക് ഗുണങ്ങളാണ് വേണ്ടിയത്, അതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. ലൈക്കും ചെയ്യുക. ആ ബെല്ലൈക്കനും ഒന്നാണ്ട് അമർത്തിയാലുണ്ടല്ലോ നമ്മളിടണ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാ ഇങ്ങനെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനിത് കുപ്പിയിലാക്കിയിട്ട് നിങ്ങളെ കാണിച്ച് തരണമെങ്കിൽ തരട്ടോ. ഇതാ ഇത് തന്നെയാണ് ഇപ്പോൾ സാധനം. ഇതിനി ചൂടാറി കുപ്പിയിലാണ്ടാക്കണം എന്നുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാ അതിപ്പോൾ ആയിന്. ഇതുണ്ട് കുറഞ്ഞ തീയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്താട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും.